ജയിലിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ മുമ്പിലാണ് നമ്മുടെ KSEBയുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജിങ് സ്റ്റേഷൻ വന്നേക്കണേ. നമുക്ക് നോക്കാം ഇതിൻ്റെ എങ്ങനെയാണ് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്ന് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നമുക്ക് എളുപ്പമാണ് ചാർജ് ചെയ്യാനായിട്ട്. ഒരു മണിക്കൂറിനുള്ള വണ്ടി ഫുൾ ചാർജ് ആവും, എളുപ്പമാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വിയ്യൂർ ജയിൽ കറക്റ്റ് വരുന്നത്. ഇതാണ് ആ ഫുഡ് സ്റ്റേഷൻ. നമുക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരും ഈ ചാർജിങ് സ്റ്റേഷൻ വരുന്നത്. KSEBയുടെ ചാർജിങ് സ്റ്റേഷനാണ്. ഇപ്പോൾ ഫെബ്രുവരി വരെ നമുക്ക് ഇതിൽ ഒഫീഷ്യലി ഫ്രീ ആണ് ചാർജിങ് ചെയ്യാനായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ്. ടാറ്റയുടെ നെക്സോൺ, അതേപോലെ തന്നെ കോന, ടിഗോർ, E2O ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റിയുള്ള വെഹിക്കിൾസിൽ. പിന്നെ ഇതിൽ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ KSEBയിലത്തെ AO ആയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ഹലോ സാറേ, നമ്മളൊരു കസ്റ്റമർ ആദ്യമായിട്ട് നമ്മൾ ഈ ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരാണെങ്കിൽ തീരെ അറിയില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എൻ്റെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആദ്യമായിട്ട് പറഞ്ഞ ആൾക്കാർ തെറ്റിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി പോകാൻ പറ്റാണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് വരണ സമയത്ത് നമുക്ക് ആദ്യം ഇതിനകത്ത് ടച്ച് ടു സ്റ്റാർട്ട് ചാർജിനായിരിക്കും കിടപ്പുണ്ടാവും. അപ്പോൾ ടച്ച് ടു സ്റ്റാർട്ട് ചാർജിന് കിടക്കുന്നവർക്ക് നമ്മൾ ടച്ച് ചെയ്യാം, ഗണ്ണ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിന് നെക്സോൺ വണ്ടിയാണ് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ വണ്ടികൾ നോർമലി ഈ ഗൺ ബി എന്ന് പറഞ്ഞ ഇതിലായിരിക്കും വരുന്നത്. ഗൺ ബി അത് CCS ചാർജറാണ്. അപ്പോൾ ഈ CCS എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ചാർജിങ് സിസ്റ്റം. അപ്പോൾ ഈ കമ്പൈൻഡ് ചാർജിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് AC DC ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മുടെ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ AC ചാർജിങ്ങിനെ വരാം. ഇപ്പോൾ ഇവിടെ DC ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ ഈ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ചാർജ് ചെയ്യണതിൻ്റെ വോൾട്ടേജ് ഒന്ന് അതായത് നോക്കൂ. വോൾട്ടേജ് ഈ 355 വോൾട്ടാണ് ഇപ്പോൾ ഇതിൽ ചാർജ് ചെയ്യണത്. DC ഔട്ട്പുട്ട് കറണ്ട് 58 ആംപിയറിൽ ചാർജിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ വന്നിട്ട് 23 മിനിറ്റായി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ 8.7 യൂണിറ്റായി ചാർജിങ് കഴിക്കും. ഇനി അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇവർ വന്ന് ടച്ച് ടു സ്റ്റാർട്ട് ചെയ്ത് ഗണ്ണ് സെലക്ട് ചെയ്യണം. ഗണ്ണ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ എഴുതി കാണിക്കും ഗണ്ണ് കണക്ട് ടു ദ വെഹിക്കിൾ. അതാണ് കണക്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വണ്ടി കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഈ നെക്സോൺ വണ്ടി ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷമേ ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യാൻ പറയുമ്പോൾ വണ്ടി നമുക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിനകത്ത് ഓതറൈസേഷൻ ചെയ്യും. ഉടനെ തന്നെ സ്റ്റാർട്ട് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാം ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അത് വെയിലായ കാരണത്തിന് ഡിമാറ്റ് കാണുന്നത് ഒരു റെഡ് ലൈറ്റ് നമ്മുടെ മൊബൈലിൽ കാണുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, അത് നമുക്കിവിടെ റെഡ് ലൈറ്റ് ആയിരിക്കും. ഇനി നമ്മളിപ്പോൾ അവിടുന്ന് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ നീങ്ങി ചാർജ് സ്റ്റോപ്പ് ആയാലും ഗ്രീൻ ആവും. അപ്പോൾ അത് വേണമെങ്കിൽ അപ്പുറത്തെ ഗ്രീൻ വേണമെങ്കിൽ കാണാൻ അപ്പുറത്തെ ചാർജറിലെ ഗ്രീൻ കാണാൻ പറ്റും. ഇങ്ങനെ ആയിരിക്കും ഗ്രീൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഗ്രീൻ വരും. നമുക്ക് മനസ്സിലാവും ചാർജ് സ്റ്റോപ്പ് ആണത്. പിന്നെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ നെക്സോൺ വണ്ടിയുടെ ചാർജ് സിസ്റ്റം ഗൺ ബി ആണ്, CCS ആണ്. ഇനി ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. ഇനി നമുക്ക് പറഞ്ഞത് വേറൊരു ചാർജിങ് ഉണ്ട്, ചാർജ് ഇത് 3 ജപ്പാനീസ് വണ്ടികൾക്കാണ്. അത് ഗൺ A ആണ്. അത് പറഞ്ഞാൽ സാധാരണ നിസാൻ ലീഫ്, പിന്നെ സുസുക്കിയുടെ വണ്ടികൾ, അങ്ങനെയൊക്കെ വരുന്ന വണ്ടികൾ വരുമ്പോൾ ഈ ചാർജർ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് പറഞ്ഞാൽ നമുക്ക് വേറൊരു ചാർജർ കൂടി ഉള്ളത് ഇവിടെ ഭാരത് DC 001 എന്നുണ്ട് ഒരു ചാർജർ കൂടി ഉണ്ട്. ഇത് ഇത്തിരി പവർ കുറഞ്ഞ 20 കാറ്റഗറിയുടെ ചാർജർ. അതിൽ വരുന്ന വണ്ടികൾ ടാറ്റ ടിഗോർ, മഹീന്ദ്രയുടെ E2O, പിന്നെ വെറിറ്റോ, ടിയാഗോ, അങ്ങനത്തെ വണ്ടികളൊക്കെ ഈ DC മെഷീനിലാണ് ഭാരത് DC 001 ചാർജ് ചെയ്യുന്നത്. ഇത് ഇത്തിരി പവർ കുറഞ്ഞ മെഷീനാണ്. ഇത് 20,000 വാട്ട്സ്, 60,000 വാട്ട്സ്. പിന്നെ സാർ ഇത് എത്ര നാളത്തേക്ക് നമുക്കിത് ഫ്രീ ഉണ്ടാവും? ഫെബ്രുവരി 6 വരെ ഫ്രീ ചാർജ് ആണ്. 3 മാസം നമ്മൾ നവംബർ 7 സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 6 ആകുമ്പോൾ ഫ്രീ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇലക്ട്രിഫൈ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. ELECTREEFI. ആ ഇലക്ട്രിഫൈ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളതെന്ന് വെച്ചാൽ അതിൽ പാസ്വേഡും യൂസർ നെയിമൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കും യൂസർ നെയിം ആയിട്ട് വരാം. അറിയാണ്ട് നമ്മുടെ പേര് അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ പിന്നെ പേരടിച്ചോണ്ടിരിക്കും. അത് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഇഷ്യൂ അല്ല, അത് ഫോൺ നമ്പറാണ് നമ്മുടെ ഇതായിട്ട് വരാം. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ
10 നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് ഒരു 5 വണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ 5 വണ്ടി കഴിഞ്ഞവരെ 5 മണിക്കൂർ നിൽക്കേണ്ടി വരാൻ സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വാലറ്റിൽ പൈസ കയറ്റിട്ട് ഫാസ്റ്റാഗൊക്കെ ചെയ്യണമാർ ഇവിടെ വന്ന് ചാർജ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ ടച്ച് ടു സ്റ്റാർട്ട് ചാർജിനൊക്കെ കണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ ഫ്രീ പീരീഡ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് OTP എനേബിൾ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ മൊബൈലിൽ OTP വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ടച്ച് ടു സ്റ്റാർട്ട് ചാർജ് കൊടുക്കുമ്പോൾ OTP അടിച്ചാൽ മാത്രമേ പിന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും. അതിന് ഏകദേശം എത്ര കോസ്റ്റ് വരണം നമുക്ക്? ഏകദേശം പ്രതീക്ഷ 6 രൂപ അല്ലെങ്കിൽ 7 രൂപയായിരിക്കും പെർ യൂണിറ്റിന്. ഓക്കെ സാർ. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് വൺ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 83% ആയിട്ട് ഇപ്പോൾ ഒരു 10 യൂണിറ്റ് 10 യൂണിറ്റ് കയറി കഴിഞ്ഞു. 27 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 10 യൂണിറ്റ് ആവും. അപ്പോൾ ആൾക്ക് ഇപ്പോൾ 84 ഒരു 100% ഒരു ഫുൾ പെർസെൻറ്റേജ് ചാർജ് ആണെങ്കിൽ ഏകദേശം ഈ വണ്ടി പറയണത് 300-320 കിലോമീറ്ററാണ് പറയണമെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ ഏകദേശം 200 കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു 10 യൂണിറ്റ് 70 രൂപ വരും. 6 രൂപ പെർ യൂണിറ്റിന് വിചാരിക്കും. 70 രൂപ വിചാരിക്കും. 10 യൂണിറ്റ് 70 രൂപ വരാണെങ്കിൽ തന്നെ അവർക്ക് ഫുൾ ചാർജ് മാക്സിമം 20 യൂണിറ്റ്. അതായത് ഇപ്പോൾ ഒരാൾ ചാർജ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒന്ന് ചാർജ് ചെയ്തപ്പോൾ ഒരു 20% to 90% ചാർജ് ചെയ്തപ്പോൾ ആൾക്ക് 20 യൂണിറ്റ് എടുക്കും. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്യുന്ന ആൾക്ക് 20 ഒരു 7 രൂപയാണെങ്കിൽ തന്നെ 140 രൂപ വരും. നമുക്ക് സുഖമായിട്ടുള്ളൊരു 200 കിലോമീറ്റർ ഓടാൻ പറയുമ്പോൾ 70 പൈസ വരുന്നു. 1 രൂപ പോലും ആവുന്നില്ല. പിന്നെ നമുക്ക് അടുത്ത വണ്ടി ഇപ്പോൾ കോമണിലൂടെ വരുന്ന വണ്ടി പറഞ്ഞാൽ നെക്സോണാണ്. പിന്നെ വണ്ടി പറഞ്ഞാൽ ഹുണ്ടായുടെ കോന. ഹുണ്ടായുടെ കോന ഇത്തിരിയും കപ്പാസിറ്റി കൂടി വണ്ടിയാണ്. 40 കടവിളിച്ച് ബാറ്ററികളാണ്. ഏകദേശം ഇതുപോലെ ഫുൾ ചാർജ് ചെയ്യാനായിട്ട് 20 എന്നുള്ളത് അതിന് 30 യൂണിറ്റ് വരും. അത് 40 കടവിളിച്ച് ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രമേ കിലോമീറ്റർ ഏകദേശം ഒരു 400 എല്ലാവരും പറയണം. നമുക്ക് അതിന് 380 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. എൻ്റെ അറിവ് ആൾക്കാരുടെ ഫീഡ്ബാക്ക്. അപ്പോൾ ഈ വണ്ടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാറേ, വണ്ടി എടുത്തിട്ട് സാറിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? ഞാനിപ്പം വണ്ടി എടുത്തതെന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ടുള്ളൂ. അത് എൻ്റെ ഒരു ഫസ്റ്റ് ട്രിപ്പാണ്. പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബാക്കിയുള്ള ആസ്പെക്ട്സ് നോക്കുമ്പോൾ പെർഫെക്റ്റ് വണ്ടിയാണ്. പിന്നെയുള്ളത് ചാർജിങ്ങിൻ്റെ ഒരു കൺസേൺസ് ആണ്. അത് നമുക്ക് ഒരു ലോങ് ട്രാവൽ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇൻ ഫ്യൂച്ചറിലോട്ട് പോകുമ്പം നമുക്ക് സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരു മൊബിലിറ്റി, അതായത് നമ്മുടെ ട്രാവൽ ആവശ്യങ്ങൾക്ക് നമ്മൾക്ക് വേറെ എവിടെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഡീസൽ പെട്രോളൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. ഇതിനോട് അനുബന്ധമായിട്ട് ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീം വരുന്നുണ്ട്. അതിൽ 200 മെഗാവാട്ട് സോളാർ വിത്ത് സബ്സിഡി പുതിയ സ്കീമിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്, കേരളത്തിന് മാത്രമായിട്ട്. അപ്പം അത് ഫസ്റ്റ് 66,000 ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അത് അലോട്ട് ചെയ്യുന്നതാണ്. അതും വളരെ ഇപ്പം നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിലോട്ട് വന്നിട്ടുണ്ട്. ഒരു 4 കിലോ വാട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് അതും കൂടെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അറ്റ്ലീസ്റ്റ് വണ്ടികളുടെ കാര്യത്തിലും മൊബിലിറ്റിയുടെ കാര്യത്തിലും പിന്നെ നമ്മുടെ വീട്ടിലെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലും നമുക്ക് സെൽഫ് റിലയൻ്റ് ആവാം. അപ്പം ഇതും അതിനോട് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ സാറിന് വണ്ടി എടുത്തിട്ട് ഇതിൽ എന്തോരം റേഞ്ച് കിട്ടുന്നുണ്ട് ഡെയിലി? ഇപ്പോൾ റേഞ്ച് ഇപ്പം ടാറ്റ അവിടെ ഷോറൂമിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ട് ഒരു 4 ഫുൾ ചാർജിങ് കംപ്ലീറ്റ് ചെയ്താലാണ് ഇതിൻ്റെ റേഞ്ച് ഇമ്പ്രൂവ് ആവുമെന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ രാവിലെ 95% എടുത്തതാണ്.
അതിലൊരു 80 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പം എൻ്റെ 54% വന്നു. അപ്പം അറൗണ്ട് 40% യൂസ് ആയിട്ടുണ്ട്. അപ്പം അത് വെച്ച് നോക്കുമ്പം നമുക്ക് ആ റേഞ്ച് ഇപ്പോൾ ഒരു 210 ഒരു 210-220 ഫുൾ ചാർജിൽ, അത്രയാണ് ഇപ്പോഴത്തെ നിലവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അത് ഇമ്പ്രൂവ് ആവുമോ എന്നുള്ളത് അവർ പറയുന്നത് ഇമ്പ്രൂവ് ആവുന്നതാണ്. അത് ഒരു 4-5 ചാർജിങ് കഴിഞ്ഞിട്ട് നോക്കേണ്ടി വരും. ഓക്കെ. പിന്നെ സാർ വണ്ടി എടുത്തിട്ടുള്ള നാട്ടിലെ പൊതുവെ പേഴ്സണൽ അഭിപ്രായം എന്താണ് പറയുന്ന ആൾക്കാർ? നാട്ടിലെ കുറേ പേര് വളരെ കൺസേൺഡ് ആണ്. ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിൻ്റെ ഒരു കൺസേൺ ഉണ്ട്. പക്ഷേ അത് നമുക്ക് നമ്മുടെ ഒരു 5 ഇയർ എനർജി, അതിൻ്റെ ഡീസൽ കോസ്റ്റും പെട്രോൾ കോസ്റ്റും കമ്പയർ ചെയ്യുമ്പം നമുക്കത് വർക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. പിന്നെ വന്നിട്ട് ഇപ്പോൾ ഒരു ലോങ് ട്രാവൽ അല്ലാതെ സിറ്റി റേഞ്ചിനുള്ളിൽ തന്നെ ഒരു ഡെയിലി ഒരു 100 to 200 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം അവർ പെട്രോൾ കോസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, താങ്ക് യു ഫോർ ദ വാല്യുബിൾ ടൈം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചാർജ് ചെയ്ത് നമ്മുടെ വണ്ടി ഇപ്പോൾ 99% ഇനി 3 മിനിറ്റ് കൂടി ഇട്ടാൽ ഫുൾ ചാർജ് ആവുന്ന വണ്ടി. അപ്പോൾ നോക്കാം എപ്പോഴാണ് ഫുൾ ചാർജ് ആവണത്. ഗൈസ്, ഇത് കറക്റ്റ് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. 224 കിലോമീറ്ററാണ് എൻ്റെ ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് ഫുൾ ചാർജിൽ. നമ്മൾ വിയൂർ ചാർജിങ് സ്റ്റേഷനിലാണ്, ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിലാണ് നമുക്കിപ്പോൾ ഫുൾ ചാർജ് ആയിരിക്കണം വണ്ടി.